ഇന്ന് വൈകുന്നേരമായപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ വേറെ എവിടേക്കുമല്ല, നമ്മൾ സ്ഥിരം സ്പോട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അവിടെ മെനു കാർഡൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് മറിച്ച് നോക്കുക. സാധാരണ അറിയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് അറിയുന്ന പരിചയമുള്ള ഫുഡ് തന്നെയാണല്ലോ ഓർഡർ ചെയ്യുക. അങ്ങനെ അതൊക്കെ കുറേ നേരം വായിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ സ്നാക്സ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഓർത്തത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. കാര്യമായിട്ടൊന്നുമില്ല, 2-3 സ്നാക്സും പിന്നെ ഒരു ലൈമും പറഞ്ഞ് അതിൻ്റെ അടുക്ക് ലീനുമോൾ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലെമിംഗോക്ക് വന്നതാണ്. ഇക്കാൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ അവർക്കൊരു മോളുണ്ട്, 2 വയസ്സായൊരു മോള്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ആളെ ബർത്ത്ഡേനു ഇന്നലെ. അപ്പം നമുക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് എനിക്ക് ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വേറെ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ നേരം എടുത്തിട്ടേനു 2-3 ഡ്രസ്സ് എടുത്തത്. അതെന്താണെന്ന് ഞാൻ അതിൽ കാണിച്ചിട്ടുമില്ല. അങ്ങനെ അത് ശേഷം ഞാൻ പിന്നെ കുറച്ച് ചെരുപ്പുകളെ ഭാഗത്തേക്കൊക്കെ പോയി. എനിക്ക് ഒരു ചെരുപ്പ് വേണേനു, പക്ഷേ എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടമായി, അതിൻ്റെ സൈസും ഇല്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ ഷൂ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ ഒന്നും വാങ്ങിക്കാണ്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലീനുവിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട്, അതുകൊണ്ട് വേഗം വാങ്ങിക്കാൻ ഇറങ്ങാനായിരുന്നു. പിന്നെ ആ കുട്ടിക്കും വേണ്ടിയിട്ട് ടോയും കുറച്ച് എയർ ആക്സസറീസും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മോള് നല്ല വാശി പിടിക്കാനായി. അവൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന ടൈം തെറ്റിയാൽ പിന്നെ ഫുൾ കരച്ചിലും ബീച്ചിലാവും. ആളെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ നടത്തിക്കുകയാണ്. കാറ് കയറി ഉടനെ തന്നെ ആൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകാനുള്ള വീട്ടിലേക്ക് വിളിച്ചപ്പം അവരെന്തോ അത്യാവശ്യത്തിന് പുറത്തുപോയതുകൊണ്ട് തന്നെ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇറങ്ങിയതല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാച്ച് വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്കല്ല, ഇക്കാക്കേനു വാങ്ങിക്കാണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഷോള സെൻറ്റർ എന്ന് പറഞ്ഞ സെൻറ്ററിൽ പോയതാണ്. ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ ഇവിടെ കുറേ വാച്ചുകളൊക്കെ നോക്കി. ഇക്ക കാര്യമായിട്ട് ഇരുന്ന് വാച്ച് നോക്കുകയാണ്. ഞാൻ നല്ല കട്ട പോസ്റ്റിലായിരുന്നു. ലീനു ആണെങ്കിൽ ഉറങ്ങുവേന്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് നോക്കി. ഞാൻ എനിക്കും പറ്റിയത് 2-3 നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ വേണ്ടാന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും അവിടെ പോയിരുന്ന് എനിക്ക് ആകെ ബോറടിച്ച് നോക്കിയിരിക്കുന്നു. ഒക്കെ ഡ്രസ്സ് എടുക്കുന്ന പോലെയാണ് വാച്ച് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഒക്കെ ഒരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചൊക്കെ അത് കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലീന അവൾക്ക് നീറ്റ പാടെ അവൾക്ക് ജ്യൂസ് വേണം, വിശക്കണം, എന്തെല്ലോ പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് കണ്ടതാണ് ഈ ഷോപ്പ്. നല്ല രസമില്ലേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ബിന്ദാവത് പോയി. ആ മോളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ബിന്ദാവത്. അവിടെ പോയിട്ട് അവൾക്ക് ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇക്കാൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വാച്ച് നോക്കാനും പോയിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് കണ്ടതാണ് കേട്ടോ. കിൻഡറിൻ്റെ ഒരു ബോൾ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കണ്ടിട്ട്. ഇതാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ ഒരു ഷോപ്പ്. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.